Hello friends, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ASUSന്റെ A15 TUF സീരീസിലുള്ള ലാപ്ടോപ്പ് ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കോൺഫിഗറേഷനും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കേ? ഞാൻ ഇതിന്റെ കോൺഫിഗറേഷൻസ് രണ്ട് സെക്ഷൻ ആയിട്ട് അവതരിപ്പിക്കാം. ഒരു ബേസിക് ലെവലും പിന്നെ ഒരു അഡ്വാൻസ് ലെവലും. ബേസിക് സെക്ഷൻസിൽ നമുക്ക് ഏകദേശം ഇതിന്റെ ഡിസ്പ്ലേ, റാം, ഹാർഡ് ഡിസ്ക് അങ്ങനത്തെ സെക്ഷൻസ് എല്ലാം കവർ ചെയ്യാം. ഇതിന്റെ റാം കപ്പാസിറ്റി ഏകദേശം 16 GB ആണ്. രണ്ട് 8 GB വീതമുള്ള സ്ലോട്ടുകളാണുള്ളത്. പിന്നെ ഉള്ളത് ഹാർഡ് ഡിസ്ക് ആണ്, 1 TB ഹാർഡ് ഡിസ്ക്. അതോടൊപ്പം തന്നെ ഒരു 512 GB SSDയും ഉണ്ട്. ഈ 512 GB SSD ഇതിൽ കൊടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് ടൈം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. സപ്പോസ് നമ്മളിരുന്ന OS ഇതിന്റെ പ്രീഡിഫൈൻഡ് ആയിട്ട് ഇതിൽ വരുന്നത് വിൻഡോസ് ആണ്. വിൻഡോസിന്റെ ബൂട്ട് ടൈം കുറയ്ക്കുക എന്നൊരു അഡ്വാൻറ്റേജും ഇതിനുണ്ട് SSD നൽകുന്നതിൽ കൂടി. ബാക്കി ഡീറ്റെയിൽസിലോട്ട് പറയുകയാണെങ്കിൽ വെയിറ്റ് വരുന്നത് ഏകദേശം 2.3 കിലോഗ്രാം ആണ്. ഇതിന്റെ പ്രോസസ്സർ അത് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. AMDയുടെ Ryzen 7 പ്രോസസ്സറാണ്. പിന്നെ ഉള്ളത് ഇതിന്റെ സ്പീഡാണ്, പ്രോസസ്സർ സ്പീഡ് 2.9 GHz to 4.2 GHz ആണ്. അതായത് ഇതിന്റെ പ്രോസസ്സർ നമുക്ക് ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും. അതൊരു മേജർ അഡ്വാൻറ്റേജ് ആണ്. ഇതിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 1920 x 1080p പിക്സൽസ് ആണ് ഇതിന്റെ റെസൊല്യൂഷൻ. 15.6 ഇഞ്ച് ഡിസ്പ്ലേയും ഉണ്ട്. ആൻറ്റി ഗ്ലെയർ സ്ക്രീൻ ആണ്. അതോടൊപ്പം തന്നെ 144 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പ്ലസ് ഇതിന്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രാഫിക്സ് ആണ്. 4 GB NVIDIA GeForceന്റെ ആണ് ഇതിന്റെ ഗ്രാഫിക്സ് ചിപ്പ്. ഈ 4 GB ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ വർക്ക്സും ഇതിൽ നടക്കും. ലൈക്ക് ഫോട്ടോഷോപ്പ്, അതേപോലെ അഡോബ് ആഫ്റ്റർ എഫക്ട്സ് എല്ലാം എക്സെട്ര ഇതെല്ലാം ഇതിൽ നടക്കുന്നതാണ്. പിന്നെ ഡെവലപ്മെന്റ് പർപ്പസിനും ഈക്വൽ ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ കണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കീബോർഡാണ്. ഈ കീബോർഡ് RGB കീബോർഡ് എന്നാണ് പറയുന്നത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിപ്പെരുന്നാൾ പോലെയാണ്. പക്ഷേ ഇതിലെല്ലാ ലൈറ്റ്സും ഉണ്ട്. നമുക്ക് സോഫ്റ്റ്വെയറിൽ ഈ ലൈറ്റ്സ് എല്ലാം നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു ഡാർക്ക് റൂമിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റൈലിഷ് ഫീൽ, ഒരു സ്പോർട്ടി ഫീലൊക്കെ ഇതിന് കിട്ടുന്നതാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നൊരു എന്താ പറയുക, ഒരു ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം കൺസിഡറിങ് ഈ പ്രൈസിൽ ഈ കീബോർഡ്, ഈ പ്രോസസ്സർ ഇതെല്ലാം ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതിൻ്റെ കീബോർഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് കീബോർഡ്. നമുക്കൊരു ഡാർക്ക് റൂമിലൊക്കെ ഈ കീബോർഡിൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റൊക്കെ മാറ്റി ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. ആൻഡ് അതർ തിങ്സ് ആർ ദ ഓവറോൾ സ്പെസിഫിക്കേഷൻസ്. ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. കാരണം ഈ പ്രൈസിന് ഇങ്ങനെ ഒരു ലാപ്ടോപ്പ് ഈവൻ വേറെ ഒരു കോൺഫിഗറേഷൻസും ഞാൻ കണ്ടിട്ടില്ല. ASUSന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇതിൻ്റെ ബോഡി, ഇതിൻ്റെ ഹാർഡ്വെയർ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതിനെപ്പറ്റി ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറയാം. ഇതിൻ്റെ ബോഡി ഒരു 80% മെറ്റാലിക് ആണ്. അത് തന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. 2.3 കിലോഗ്രാം വെയിറ്റ് എന്നുള്ളത് ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ അത്രയും എമൗണ്ട് ഓഫ് മെറ്റൽസ് ഉണ്ട്. നമുക്ക് സാധാ ബാക്കിയുള്ള ലാപ്ടോപ്പിൽ കാണുന്ന പോലെ എനിക്ക് പ്രീവിയസ് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഒരു 70 to 80% പ്ലാസ്റ്റിക് ആണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ക്യാരി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോഴൊക്കെ പെട്ടെന്ന് തട്ടാനും ഒടിയാനും ചാൻസ് ഉണ്ട്. ഇതൊരു മെറ്റാലിക് ബോഡിയാണ് ഫുള്ള്. അതേപോലെ നല്ലൊരു ഫിനിഷിങ്ങും ഇതിന് നൽകിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ഫുൾ ലിഡ്, അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി സൈഡെല്ലാം ഫുൾ ഒരു മെറ്റാലിക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഒരു ഗെയിമിംഗ് സീരീസ് ആയതുകൊണ്ടാണ്. പക്ഷേ കൺസിഡറിങ് ഈ പ്രൈസിൽ ഇതൊരു ഭയങ്കര വേർത്തി തന്നെയാണ്. ഈ മെറ്റാലിക് ഫിനിഷിങ്ങും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫുൾ അലൈൻമെൻറ്റ്സും ഇതെല്ലാം ഭയങ്കരമായിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റാലിക് ഹാർഡ്വെയർ ബാക്കി എല്ലാത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ. ദ സോഫ്റ്റ്വെയർ ഇസ് ദ കീ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇതിൽ വിൻഡോസ് 10 ഹോം പ്രീമിയം ആണ് വരുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്ത് ASUSന്റെ സെറ്റ് ഓഫ് ഡ്രൈവേഴ്സ് ഉണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ASUS Aura. ഇതിൽ ബോക്സിൽ നമുക്ക് കിട്ടുന്നത് നമുക്കൊരു ചാർജർ അഡാപ്റ്റർ ഉണ്ട്, യൂസർ മാനുവൽസ്, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്, ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കേഴ്സ് കണ്ടു. ഇതേപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററിയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉള്ളിലുള്ളൊരു കാര്യം, ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടിയെ പറ്റിയാണ്. 1 year ഓൺസൈറ്റ് വാറണ്ടി ഗ്യാരണ്ടീഡ് ആണ് ASUSന്റെ. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡഡ് വാറണ്ടിയും കൂടെ ഉണ്ട്. 999 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ് ടു 2 years എക്സ്റ്റെൻഡഡ് വാറണ്ടിയും കൂടെ കിട്ടുന്നതാണ്. അതും ഈ പ്രൈസിൽ നല്ലൊരു വേർതിയാണ്. കാരണം 3 years അപ് ടു 3 yearsോളം നമുക്ക് വാറണ്ടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ ഫ്രണ്ട്സ്, ആസ് എ കൺക്ലൂഷൻ, ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസിൽ കുറേ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അതൊന്നും ചെക്കൗട്ട് ചെയ്യണം.
പിന്നെ ഇതിൻ്റെ വേരിയസ് പാരാമീറ്റേഴ്സ് ലൈക്ക് പെർഫോമൻസ്, ബെഞ്ച് മാർക്സ് ഇതെല്ലാം ഞാൻ റേറ്റ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ പേഴ്സണൽ സജഷൻസിൽ ഞാൻ പറയുന്നത് ഇതൊരു വേർതി പ്രൊഡക്റ്റ് എന്ന് തന്നെയാണ്. ഞാൻ ഒരിക്കലും ഇതൊരു അൺവേർതി ആയിട്ട് പറയില്ല. കാരണം ഇത് ബോത്ത് ഡിസൈനിങ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൾസോ ഗെയിമിംഗ് ഈ മൂന്നിനും ഈക്വലൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ള കോൺഫിഗറേഷൻ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. ഇതിനെപ്പറ്റി ബാക്കി ഡീറ്റെയിൽസും ഈ പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ എൻ്റെ പേഴ്സണൽ സജഷൻസിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഓൺ യൂട്യൂബ്, ഫേസ്ബുക്ക് ആൻഡ് ഓൾസോ ഓൺ ഇൻസ്റ്റാഗ്രാം. അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻസിലുണ്ടാവും. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടൻസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സോ ഗൈസ്, ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നോടം വരെ ഗുഡ് ബൈ.